ഹായ് കൂട്ടുകാരെ, അടുത്ത നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹരിശ്രീയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ന് നമ്മുടെ ഹരിശ്രീയിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ആഴ്ചയിൽ ജൂലൈയിലെ ഫസ്റ്റ് വീക്ക് തൊഴിൽവാർത്തയാണ്. അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ 8ാം സെൻസസിന് വിജ്ഞാപനമായി എന്ന് പറഞ്ഞ് ഒരു ന്യൂസാണ് കിടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മഞ്ഞുവീഴ്ചയുള്ള ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലും 2026 ഒക്ടോബർ 1 മുതൽ സെൻസസ് ആരംഭിക്കും. മറ്റിടങ്ങളിൽ 2027 മാർച്ച് 1 മുതലാണ് സെൻസസ് ആരംഭിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസും ഇതിനോടൊപ്പം തന്നെ നടത്തും. അപ്പൊ ഈ വർഷം നടത്താനായിട്ട് പോകുന്നത് ഈ 2026 ഒക്ടോബർ 1 തുടങ്ങി 2027 അവസാനിക്കുന്ന ഈ ഒരു സെൻസസിന്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എന്നാണ്? 1931 ഓക്കെ. അവസാനമായിട്ട് ജാതി സെൻസസ് നടന്നത്, ഇന്ത്യയിൽ അവസാനമായിട്ട് ജാതി സെൻസസ് നടന്നത് 1931 ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത് എന്നാണ്? 2011 ഓക്കെ. അത് രണ്ടും അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമ്മുടെ 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് കോവിഡ് കാരണം ഇത്രയും നീണ്ടുപോയത്. അതുകൂടെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഇന്റർനെറ്റ് റേഡിയോ എന്താണ്? നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക. അതും അറിഞ്ഞു വെച്ചേക്കണം. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മ്യൂസിയം വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലുള്ള നിവാട്ടി റോക്സിനടുത്ത് നിർമ്മിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗാണ് പഠിച്ചു വെച്ചേക്കുക. ഇനി ഡീകമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലായിട്ടുള്ള INS ഗുൽസാറിന് ചുറ്റുമായിട്ടാണ് ഇത് നിലവിൽ വരാനായിട്ട് പോകുന്നത്. ഇനി രുദ്രാഷ്ട്ര ഡ്രോൺ പൊക്രാനിൽ പരീക്ഷിച്ചു. എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണിന്റെ പേരാണ് എന്ത്? രുദ്രാസ്ത്ര. പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡിന്റെ സഹായത്തോടെയാണ് ഈ ഒരു ഡ്രോൺ വികസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി എവിടെയാണ് പരീക്ഷിച്ചത്? പൊക്രാനിലാണ് പരീക്ഷിച്ചത്. ഇനി ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. നാവികസേനയുടെ ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരെന്താണ്? INS അർനാല. അർനാല അത് കമ്മീഷൻ ചെയ്തു. അന്തർവാഹിനികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാനായിട്ടുള്ള കപ്പലാണ് INS അർനാല. ഓക്കെ. 77 മീറ്റർ നീളവും 1490 ടണ്ണിലധികം ഭാരവും ഇതിനുണ്ട്. അടുത്ത, മോദിക്ക് സൈപ്രസിന്റെ പരമോന്നത പുരസ്കാരം ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് III എന്ന് പറയുന്ന പുരസ്കാരമാണ് കിട്ടിയത്. ഇന്ത്യ സൈപ്രസ് ബന്ധം വളർത്തുന്നതിൽ നൽകിയ നിർണായക സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് ഇവർ പുരസ്കാരം നൽകിയത്. ഇനി G7 ഉച്ചകോടി സമാപിച്ചു. എവിടെയായിരുന്നു G7 ഉച്ചകോടി നടന്നത്? കാനഡയിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഉച്ചകോടി പ്രമേയം പാസാക്കി. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രമേയം വ്യക്തമാക്കി. പൊതുപ്രമേയങ്ങളിൽ ഒപ്പുവെക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയിൽ നിന്ന് മടങ്ങുന്നു. അതിനാൽ ഉച്ചകോടിയിൽ പൊതുപ്രമേയങ്ങൾ ഉണ്ടായില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പൊതു നിലപാടും ഉണ്ടായിട്ടില്ല. അതുപോലെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. 10 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി കാനഡ സന്ദർശിക്കുന്നത്. ഇനി ധാതു ഖനനം, നിർമ്മിത ബുദ്ധി എന്നിവയിൽ ഒരുമിച്ച് നീങ്ങാൻ രാജ്യതലവന്മാർ തീരുമാനിച്ചു. ധാതു ഖനനം, നിർമ്മിത ബുദ്ധി ഈ കാര്യങ്ങളിൽ ഒരുമിച്ച് നീങ്ങാനായിട്ട് രാജ്യതലവന്മാർ തീരുമാനിച്ചു. ജൂൺ 15 മുതൽ 17 വരെയാണ് ഈ ഒരു ഉച്ചകോടി നടന്നത്. 2025 UN സമുദ്ര ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? നീസ്, ഫ്രാൻസ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള MI6ന്റെ ആദ്യ വനിതാ മേധാവി ആരാണ്? ബ്ലെയ്സ് മെട്രവലി. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതാരാണ്? അമിതാഭ് കാന്ത്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിംസിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്.
ഗാസയിലേക്ക് സഹായവുമായി പോയ ഏതു പരിസ്ഥിതി പ്രവർത്തകയാണ് ഇസ്രയേൽ അറസ്റ്റ് ചെയ്തത്? ഏതാണ്? ഗ്രേറ്റ ട്യൂൻബേ. എന്താണ്? ഗ്രേറ്റ ട്യൂൻബേനെയാണ് അറസ്റ്റ് ചെയ്തത്. UN പോപ്പുലർ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 146 കോടി. ചൈനയുടെ ആണെങ്കിൽ 141 കോടി. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടുന്നതിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? ലക്നോ ആണ്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസിൽ ആരാണ്? ലക്നോ ആണ് ഇടം പിടിക്കാനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ധു. ഇനി അടുത്തിടെ അന്തരിച്ച വ്യക്തികളാണ് പ്രഫുല്ല റോയ്. ആരാണ്? ബംഗാളി സാഹിത്യകാരനാണ് പ്രഫുല്ല റോയ്. വിഭജന കാലത്തെ സാമൂഹിക പശ്ചാത്തലവും സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളും തന്റെ എഴുത്തിലേക്ക് പകർത്തി. ഇദ്ദേഹത്തിന്റെ കേയ പദാർ നൗഗോ, നല്ല പേര്. ഓക്കെ, കേയ പദാർ നൗഗോ, ക്രാന്തികാൽ, പിഞ്ചോർ തുടങ്ങിയ നിരവധി കൃതികൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 2003 സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏത് കൃതിക്കാണ് 2003 സാഹിത്യ അക്കാദമി കിട്ടിയത്? ക്രാന്തികാൽ എന്ന് പറയുന്ന കൃതിക്കാണ്. പഠിച്ചു വെച്ചേക്കുക. ഇനി മാരുതി ചിദംപള്ളി അന്തരിച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായിരുന്ന വ്യക്തിയാണ് മാരുതി ചിദംപള്ളി. ഓക്കെ, അപ്പം വനമുനി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഈ 2 പേജസ് ആണുള്ളത്. നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെയോടൊപ്പം പ്രീവിയസ് മന്ത് റിവിഷനോടൊപ്പം നിങ്ങൾ വീക്കിലിയും കൂടെ പാരലായിട്ട് കൊണ്ടുപോകാം. ഓക്കെ.